അടിപൊളിയായിട്ടുള്ളത്. കണ്ടാലൊരു ബീഫ് ഫ്രൈയുടെയോ ബീഫ് റോസ്റ്റിൻ്റെയോ ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് വേറെ ലെവലാണ്. കിടിലനായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ 100% ഗ്യാരണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഈ സാധനം. നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഉണ്ടാക്കാൻ പോണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇന്നും ഉണ്ടാക്കുന്നത് ഞാനാണെങ്കിലും റെസിപ്പി എൻ്റെ വൈഫിൻ്റെയാണ്. എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഐറ്റംസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നൊരു ഐറ്റമാണെന്ന് ഉണ്ടാക്കാൻ പോണത്. അതായത് സോയ ഫ്രൈ. ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സോയ ഫ്രൈയും അപ്പവുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ സോയ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അനാവശ്യമായ ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ സോയ ചങ്ക്. ഇത് പല സൈസിലും കിട്ടാറുണ്ട്. വലുതും ചെറുതൊക്കെ കിട്ടും. അത്യാവശ്യം വലിയ സൈസ് ആകുമ്പോൾ കുറച്ച് രസമുണ്ടാവും. ഇത് 200 ഗ്രാം എടുത്തിരിക്കുന്നത്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, 2 ടൊമാറ്റോ, ഒരു 3 പച്ചമുളക്, 2 മുട്ട. പിന്നെ പൊടികൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഉപ്പ്, ടൊമാറ്റോ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയുമാണ് ഇതിന് വേണ്ട ഐറ്റംസ്. എല്ലാം നമുക്ക് കിട്ടും. പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയിലയോ, ഞങ്ങൾ സാധനം പുതിനയില കൊണ്ടാണ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നോക്കുകയാണെങ്കിൽ ഞാനൊരു പാന് അടുപ്പത്തിൽ വെച്ചിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക. കണ്ടല്ലോ, ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ സോയ ഇട്ട് കൊടുക്കാം. സോയ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ കണക്കാക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കിടന്ന് വേവട്ടെ. സോ നമ്മുടെ സോയ ചങ്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതിൽ കുറേ വെള്ളം ഉണ്ടാവും വെള്ളത്തിൽ കിടന്ന് വെന്ത കാരണം. അപ്പോൾ കുറച്ച് കഴിയുന്ന വിധത്തിൽ ഇതിൽ വെള്ളം പ്രസ് ചെയ്ത് കളയാൻ നോക്കുക. എല്ലാം അമർത്തി കൊടുത്താൽ മതി. എക്സ്ട്രാ വെള്ളം അങ്ങ് പോവും. കുറച്ച് വെള്ളം എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇതിനെ പറ്റുന്ന രീതിയിൽ വെള്ളമെല്ലാം കളയുക. സോ ഇങ്ങനെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കണം. സോ ഇനി ഫ്രൈക്ക് ആവശ്യമായ മസാല നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഈ സോയ ചങ്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട ഒഴിവാക്കും കേട്ടോ. മുട്ട ഇടുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഒന്നിട്ട് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണാണേ. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഉണ്ട്. 1/2 ടീസ്പൂണാണേ കുരുമുളക് പൊടി. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ സോസാണ്. പിന്നെ സോൾട്ട്, ഉപ്പ് ഒരു അല്പം ചേർത്താൽ മതി. കാരണം സോയ ചങ്കിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് തൽക്കാലം ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലരിതിൽ കോൺഫ്ലോർ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കോൺഫ്ലോർ ചേർക്കുക. ഞങ്ങൾ കോൺഫ്ലോർ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇനി നമുക്കിതിനെ വറുത്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് വറുത്ത് കോരാൻ തുടങ്ങുകയാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളച്ചിരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സോയ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് 2 പ്രാവശ്യം ഇടേണ്ടി വരും കേട്ടോ. ഇതിലിപ്പോൾ മസാല വളരെ കുറച്ചേ ചേർത്തുള്ളൂ. പ്രത്യേകത നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റിൽ ഇത്രയും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ സ്നാക്കായിട്ട് കൊടുത്താൽ വളരെ നല്ലൊരു ഇഷ്ടപ്പെട്ട ആഹാരമായിരിക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. കുറച്ച് എൻ്റെ ഇളയ മോൻ കഴിക്കാറുണ്ട് ഇതിൽ നിന്ന്. ഇനി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഇത്തിരി ചേർക്കാം. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ കൂട്ടുണ്ടാക്കുമ്പോൾ ബാക്കി മസാല വീണ്ടും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് സോയ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി കേട്ടോ. ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക്
അടുത്ത സെറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാച്ചാൽ ഇത് മാരിനേറ്റ് ചെയ്ത് കുറേ സമയം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഒത്തിരി സമയം വെച്ചില്ല. ഇത് ഇത്രയും പ്രോസസ്സ്, മാരിനേഷൻ പ്രോസസ്സ് വരെ തലേ ദിവസം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് എൻ്റെ ഭാര്യ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വളരെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പോൾ ഇതും അതുപോലെ വെന്ത് വരട്ടെ. നമ്മുടെ സോയ ചങ്ക് മൊത്തം ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും ഫ്രൈ ആക്കിയാൽ മതി. ഇത് ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഉപ്പും എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്നാക്കായിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എന്താ പറയുക ഫുഡാണിത്. അതായത് നല്ല പ്രോട്ടീൻ റിച്ച് ആണ് സോയ, നമുക്കറിയാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇടുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ അതിനല്ല, നമ്മൾ എന്താ പറയുക മസാല ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ സോയ വറുത്തതിൻ്റെ ബാക്കി എണ്ണയില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്ര തന്നെ മതിയാവും, വേണമെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച സവാള, ഞാൻ 2 വലിയ സവാള എടുത്തിരിക്കുന്നത്. മീഡിയം ആണെങ്കിൽ 4 സവാള എടുക്കുക. ഇത് 2 വലിയ സവാളയാണ്. സവാള ഇട്ടിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ചിട്ടാൽ മതി കേട്ടോ, ബാക്കി നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. സവാള ഒന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് ഈ സവാള ഇട്ടതിന് ശേഷം ഇടുന്നത്. അതല്ല നിങ്ങൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നേരത്തെ ഇടാം. അല്ലെങ്കിൽ ഇത് ആദ്യം ഇടുകയാണെങ്കിൽ പൊട്ടി തീർക്കും. അതുകൊണ്ട് സവാള ഇട്ടതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി സവാള ഒരു ഇളം ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ നോക്കിയോ ഇളം ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ സവാളയെ നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഫ്ലെയിം മാക്സിമം കുറച്ചതിന് ശേഷം ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ഭാഗത്തൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മസാല ഇട്ടൊന്ന് മൂപ്പിക്കാം. ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, കരിഞ്ഞു പോകണ്ട. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക ഈ മസാല. ഇവിടെ നിങ്ങളല്ലാതെ മസാല മൂപ്പിച്ചിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ സൈഡിലോട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. സോ മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നമ്മളിപ്പോൾ കുറച്ച് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ മസാലയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ, നമ്മൾ നേരത്തെ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ടൊമാറ്റോ ഇപ്പോൾ വളരെ നന്നായിട്ട് മസാലക്കൂട്ടുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. സോ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ട്, ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് സോയ ആഡ് ചെയ്ത് കൊടുക്കാം. സോയ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഇളയ മോൻ ഇതിൻ്റെ ആളാണ്, അവന് കഴിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി സോയ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് വരികയാണ്. ഈ സമയം നമ്മളിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോയ ഫ്രൈ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാം.
എനിക്ക് അപ്പത്തിനൊക്കെ ഞങ്ങൾ ഡ്രൈ ആയിട്ട് കഴിക്കാറുണ്ട് അപ്പത്തിൻ്റെ കൂടെ. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ചിത് ഗ്രേവി ആക്കി എടുക്കാം. ഇനി അവസാനം ഒരു കാര്യം ബാക്കിയുള്ളത് ഇനി ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഗാർണിഷ് ചെയ്യുമ്പോൾ സാധാരണ മല്ലിയിലിടുന്നത് തന്നെയാണ് ഭംഗിയും അത് നല്ലതും, ടേസ്റ്റ് ഉണ്ടാകും. പ്രത്യേകം മല്ലിയിൽ ഞങ്ങളുടെ കയ്യിലില്ല, പുതിന ഞങ്ങളുടെ കയ്യിൽ ധാരാളമുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി പുതിനയും 2 പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാം. ഓക്കെ, ഞാൻ കുറച്ച് പുതിനയില, ഇതിവിടെ തന്നെ ഉണ്ടായ ഫ്രഷ് പുതിനയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ പുതിന. പിന്നെ ഒരു 3 പച്ചമുളക്, ഇതും ഇവിടെ തന്നെ ഉണ്ടായത്, മുഴുവനെ തന്നെ ഇടുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ സോയ ഫ്രൈ ദേ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് പുതിനയിലേക്ക് വെച്ചിട്ട് ഞാൻ ഭംഗിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അല്ലേ, അടിപൊളിയായിരിക്കും. സോ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കാണിക്കാതെ, സാൻസവേരിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, ഗ്രീൻ സാൻസവേരിയ. നല്ല ഭംഗിയുണ്ട്, കാണുന്നവരൊക്കെ പറഞ്ഞു നല്ല രസമാണ്. കണ്ടോ? അപ്പോൾ ഇതുപോലെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. ഇതിന് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാവരും അതും കാണണം കേട്ടോ. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെ ഞങ്ങളൊന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞുവെങ്കിലും ചപ്പാത്തിക്ക് ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി ആയിട്ട് വന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഗ്രേവിയൊക്കെ എടുക്കുക. ഞങ്ങൾ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ കുറേ ലേറ്റായി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വൈഫ് അപ്പം ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വെച്ചു. അടിപൊളിയായിട്ടുള്ളത്. കണ്ടാലൊരു ബീഫ് ഫ്രൈയുടെയോ ബീഫ് റോസ്റ്റിൻ്റെയോ ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് വേറെ ലെവലാണ്, കിടിലനായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ 100% ഗ്യാരണ്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും ഈ സാധനം. സോയ ചങ്ക് കൊണ്ട് ഇത്രയും സ്വാദിഷ്ടമായൊരു വിഭവം ഉണ്ടാക്കാൻ പറ്റും എന്നെല്ലാവരും മനസ്സിലാക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.